ഹലോ ഗായ്സ്, ഞാൻ അമൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ജയിലിലേക്കാണ്. അതായത് ജയിലിൽ ഓണം ഫംഗ്ഷനാണ്. അതായത് എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകര, എനിക്ക് അത് ഏത് ഇതിൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. സ്ഥലം വരുന്നത് നെയ്യാർ ഡാമിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ എനിക്കൊരു പരിചയൊരു ചേട്ടനുണ്ട്, പോലീസാണ്. അപ്പോൾ ആ ചേട്ടൻ എന്നെ അവിടെ പോലീസ് ആ ജയിലിൽ ഓണാഘോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒന്നുമില്ല, ഞാൻ പറയാൻ വന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഈ ചേട്ടൻ വിളിച്ചിട്ട് തന്നെ ഞാനിതുപോലെ ഈ സ്റ്റേഷനില്ല, വേറെ സ്റ്റേഷനിലാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയാണ്. അപ്പോൾ അവിടെ ഞാൻ പാട്ട് പാടാൻ വേണ്ടി, അതായത് ഞാൻ ജസ്റ്റ് പാട്ടൊക്കെ പാടില്ല, അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പ്രോഗ്രാം എന്തോ ആനിവേഴ്സറിയോ ക്രിസ്മസോ എന്താണെന്ന് അറിയത്തില്ല, അന്ന് എന്നെ കൊണ്ട് 2-3 പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് വിട്ടത്. അപ്പോൾ പക്ഷേ രണ്ടാമത്, അതായത് ഞാൻ ബമ്പർച്ചിരി വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും വിളിച്ചിരിക്കുകയാണ് ഓണം ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഓണം ഫംഗ്ഷന് പോവുക, അടിച്ച് പൊളിക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അറിയത്തില്ല അവിടെ ചെന്ന് അവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്നും എന്താണെന്നൊന്നും ഒരു പിടിയില്ല. അപ്പം ഫുൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ജയിലിലോട്ട് പോകാം. ബാ. ഗായ്സ്, അപ്പോൾ നമ്മൾ സൗണ്ട് ചിലപ്പോൾ കുറച്ച് ഇതായിരിക്കും, കാരണം മൈക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഗായ്സ്, ഇവിടെ പോലീസുകാരും അവരവരുടെ ഫാമിലിയും ഒക്കെയാണ് ഓണാഘോഷ പരിപാടികളൊക്കെ. ഗസ്റ്റായിട്ട് വിളിച്ചെന്നാണ് പറഞ്ഞത്. ഒന്നാം സ്ഥാനം അനീഫ്, ഒന്നാം സ്ഥാനം ശ്രീജിത്ത്, രണ്ടാം സ്ഥാനം നിഖിൽ. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ ഒരു മടിയാണ്, കാരണം ഇത്രയും പേരെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒരു വ്ളോഗ് എടുക്കാന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ്, അപ്പോൾ പോലീസുകാരുടെ വൈഫുടെ ഫാമിലീസിൻ്റെ ഒക്കെ എന്താ മറ്റേ സ്പൂണിൽ നാരങ്ങ വെച്ചിട്ടുള്ള മത്സരം, അതെന്തൊക്കെ ഐശ്വര്യത്തിന്റെയും ഇവിടെ വൻപിച്ച ഓണപരിപാടികളൊക്കെ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് വലതു മാറി അമർന്നു, ഇവിടെ മൊത്തം ഇതൊക്കെ തന്നെ തിരിഞ്ഞമർന്നു, ഒറ്റ അടിയേ ഉള്ളൂ, എന്നെ കൊണ്ട് വീഡിയോ ഞാൻ ജസ്റ്റ് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഞാൻ എല്ലാം ഇപ്പൊ വീഡിയോഗ്രാഫറായി, ഇവിടെ ഞാൻ എല്ലാം കവർ ചെയ്യേണ്ടി വന്നു. അതായത് ഞാൻ പറഞ്ഞു ജസ്റ്റ് 2-3 വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷെ അവര് പറഞ്ഞ് എല്ലാം എടുത്തോളൂ. അപ്പൊ അവസാനം ഞാൻ ഇവിടുത്തെ റെഡിയാണോ? റെഡിയാണോ? റെഡി സ്റ്റാർട്ട്. ബെസ്റ്റ് ഓഫ് 3 ആണ്. റെഡി സ്റ്റാർട്ട്. ഫസ്റ്റ് റൗണ്ട് സൂപ്പറിന് സാർ നയിച്ച ടീം വിജയിച്ചിരിക്കുന്നു.
ഞാനുണ്ടാ തോർത്ത് ഷമാസ് തോർത്തടിച്ചിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. റെഡിയാണോ? രണ്ടുപേരും ടീം റെഡിയാണോ? റെഡി വിളിച്ചോ? ഗൈസ്, ഇതൊക്കെ ഇവിടുത്തെ ഓഫീസേഴ്സും പിന്നെ അങ്ങനെ കുറെ ആൾക്കാരൊക്കെയാണ്. എനിക്ക് എല്ലാവരെയും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഇവരൊക്കെയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചതും ഇവിടെ ഓണപരിപാടിയിൽ എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തതൊക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇത്ര പേരുണ്ട്. ഒന്നൂടെ ഇനി നമുക്ക് സദ്യ കഴിക്കാം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സദ്യ. കൊള്ളാല്ലേ, അടിപൊളിയുണ്ട്. എല്ലാ കറികളും കൂട്ടുകളും എല്ലാം ഉണ്ട്. ഈ പപ്പടം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സദ്യ. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചിട്ട് അടുത്ത പരിപാടി. ഗായ്സ്, അപ്പോൾ അങ്ങനെ ഇവിടുന്ന് സദ്യ കഴിച്ചു, വയറ് നിറഞ്ഞു, അടിപൊളിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് തുടങ്ങിയപ്പോഴും എൻ്റെ ഒരു ചമ്മലത ഈ പുറത്തിറങ്ങിയിട്ട് എങ്ങനെ വീഡിയോ എടുക്കുക. ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇതായി. കാരണം ആരെയും പരിചയമില്ലല്ലോ. എനിക്ക് ഒരു ചേട്ടൻ പരിചയമുണ്ട്. ആ പുള്ളിയാണ് എന്നെ വിളിച്ചത് ഇവിടെ തന്നെ. പക്ഷേ പുള്ളിയും ഓണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നതുകൊണ്ട് എനിക്കും വലിയ പിടുത്തമില്ല. അപ്പോൾ എനിക്ക് വലിയ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് വ്ളോഗ് എടുക്കാനൊരു ചമ്മൽ. അതല്ല കോമഡി. ഇത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ മറ്റേ വ്ളോഗ് എടുത്തോണ്ടിരുന്നപ്പോഴേ അപ്പോൾ ചേട്ടൻ എല്ലാം എടുത്തോ, എല്ലാം വീഡിയോ എടുത്തോ. അവസാനം ഞാൻ വീഡിയോഗ്രാഫറായി. അതായത് എല്ലാം കവർ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇനി എല്ലാം നോക്കിയിട്ടൊക്കെ. പക്ഷേ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എല്ലാവരും ഭയങ്കര രസമായിരുന്നു. പിന്നെ പോലീസും കൂടെയാണ്, പേടിയുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും വെയിൽ അവിടെയാണോണ്ട് എന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ വല്ലതാണോ. അപ്പോൾ ഇങ്ങനെ നടക്കാം. അപ്പോൾ എനിക്ക് അവിടെ ബൈക്കിൻ്റെ അവിടെ നല്ല തണലുണ്ട്. ഞാൻ അവിടെ പോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല തണലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഓക്കെ, അടിപൊളിയായിരുന്നു. ഓണാഘോഷം സൂപ്പറായി. അപ്പോൾ ഇത് പറഞ്ഞുണ്ട്, ഇതിൻ്റെ അടുത്താണ് നെയ്യാർ ഡാമൊക്കെ. നെയ്യാർ ഡാമിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ വന്നത് അതുവഴിയാണ്. പക്ഷേ പോകുന്നത് അതുവഴിയാണോ വേണോ വേണ്ടതെന്നാണ് ഞാൻ ആയിരിക്കുന്നത്. കാരണം ഷോക്കടിച്ചൊരു സോറി. കാരണം നല്ല ദൂരമുണ്ട്. പെട്രോൾ പമ്പൊന്നുമില്ല, എല്ലാം ഈ ഉള്ളിലോട്ടാണ്. അപ്പോൾ പെട്രോൾ പമ്പൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു പേടി. എന്തായാലും നോക്കാം. നെയ്യാർ ഡാം കയറുന്നെങ്കിൽ വീഡിയോ എടുക്കാം. പോവാ ഗൈസ്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഒരു സുമതി വളവ് ലുക്ക് നോക്ക്. കണ്ടോ, ഒരു സുമതി വളവ്. എങ്ങൊന്നോ പെട്രോൾ പമ്പില്ലേ അടുത്തോ കിട്ടണ വരെ പോവാം. ബാ. കണ്ടോ, ടയർ പഞ്ചറായി. ടയർ പഞ്ചറായി ഗൈസ്. ഞാൻ പെട്ടത് ഇനിയുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം. പക്ഷേ ഇത്രയും പോയില്ല. ഞാൻ വിചാരിച്ചത് പെട്രോൾ തീർന്ന് നിൽച്ചു വന്ന. പക്ഷേ പെട്രോൾ അടിച്ചു. എന്തായാലും നിൽക്കുമെന്ന് തന്നെ. അതുകൊണ്ട് ടയർ പഞ്ചറായി. പാലനിഴലിൽ നീലി ഒഴിയും പാപ്പനം
അതിൻ്റെ കൂടെ ഫോണിൽ ചാർജ് ഇല്ല, 8% ഉള്ളൂ. ഞാൻ രാവിലെ പോയപ്പം ഈ വ്ളോഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മൈക്ക് എടുത്തില്ല, കാര്യമേ മറന്നു. പിന്നെ ഓർത്ത ചാർജ് ഇല്ല. പിന്നെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ 10%, 8% ഉള്ളൂ. ഈ ബാക്കി മാപ്പ് ഇട്ട് ഞാൻ എങ്ങനെ പോകും? ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഓണപ്പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതൊരു ജയിലിൽ ഓണാഘോഷം പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ റോഡിലിങ്ങനെ ചെന്ന് ടയർ പഞ്ചറായി നിന്ന് ടയർ ശരിയാക്കുന്നതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. സീരിയസ്ലി ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ പക്ഷെ അതൊരു കഥയുണ്ട്. ഞാൻ വഴിയിൽ വണ്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ കിടന്നിട്ട് ഞാൻ പെട്രോൾ അടിച്ചു. എന്തിന്? വഴി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടയർ പഞ്ചറായിട്ട് കിടന്നു. അപ്പോൾ കിടക്കണമെന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. അതായത് അങ്ങനെ എല്ലാ ഏരിയ ഒന്നും എടുക്കണ്ട, അത്യാവശ്യം ഈ അവിടെ നടക്കുന്ന മത്സരങ്ങളും കാര്യങ്ങളും മാത്രം എടുത്താൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. എടുത്ത് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ വീഡിയോഗ്രാഫർ ആയിപ്പോയി. ചേട്ടൻ പറഞ്ഞു, എടാ എല്ലാം എടുത്തോ നീ എല്ലാം എടുത്തോ എന്ന് പറഞ്ഞു. എല്ലാം എടുത്തു പറഞ്ഞു. കുറേ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അതിൽ കുറേയൊക്കെ രസമായിട്ടുള്ള വീഡിയോ ഉണ്ട്, മത്സരങ്ങളൊക്കെ ഉണ്ട്, കണ്ടല്ലോ കുറേ മത്സരമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിവേ ഹാപ്പി, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.